ലീനയും മുത്തശ്ശിയും ഉച്ചതിരിഞ്ഞ് പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്നു. മുത്തശ്ശി, എനിക്ക് ബോറടിക്കുന്നു, ലീന പറഞ്ഞു. മുത്തശ്ശി ചിരിച്ചു. നമുക്ക് അക്ഷരനിധി വേട്ടയ്ക്ക് പോയാലോ? ആദ്യത്തെ നിധി ആരാണെന്ന് നോക്കൂ. ആ എന്നാലോ അമ്മ? ലീന വീട്ടിലേക്ക് ഓടി. അമ്മേ, നിങ്ങളാണോ ആദ്യത്തെ നിധി? അമ്മ ചിരിച്ചു ലീനയെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, അടുത്ത നിധി ആയിൽ തുടങ്ങണം. എന്നാലോ ആന? ആനയെ എവിടെ കാണും? ലീന ചുറ്റും നോക്കി. ഒരു കൊച്ചാന നിന്റെ പുസ്തകത്തിലുണ്ട്. ഇനി ഈ ഡാഷ് നോക്കാം. ഒരു മനോഹരമായ ഇല. മുത്തശ്ശി നിലത്തുനിന്നും ഒരു മഞ്ഞ ഇലയെടുത്തു. പെട്ടെന്നതിലൊരു ഈ വന്നു. ഈച്ച. ഈച്ച പറന്നുപോയല്ലോ. അടുത്ത അക്ഷരം ഉരുവാണ്. ഇത് അടുക്കളയിൽ ഒളിച്ചിരിക്കുന്നു. ഉരൽ. ലീന അടുക്കളയിലേക്ക് ഓട്ടി. ഞാൻ ഉരൽ കണ്ടുപിടിച്ചു. അടുത്തത് ആണോ മുത്തശ്ശി? മുത്തശ്ശി, അതെ, ഊഞ്ഞാൽ. ലീന പുറത്തേക്ക് ഓട്ടി ഊഞ്ഞാലിലാടി. ഊഞ്ഞാലിന്റെ അടുത്തായി ഒരു പ്രതിമയുണ്ടായിരുന്നു. ഇതിനടുത്ത് അടുത്ത അക്ഷരം ഒളിച്ചിരിപ്പുണ്ട്. ഋഷി. മുത്തശ്ശി പറഞ്ഞു. ഈ മുത്തശ്ശനെ കണ്ടോ? ഇതാണ് ഋഷി. ലീന ആർത്തു ചിരിച്ചു. ഋഷി, താങ്കൾ ചിരിക്കുന്നുണ്ടോ? അപ്പോൾ ഒരു കുഞ്ഞ് ഓടിപ്പോയി. അതാരാണ്? എലി. മുത്തശ്ശി പറഞ്ഞു. എലി ഓടിപ്പോയത് ഒരു ഉയരമുള്ള ഭിത്തിയുടെ അടുത്തേക്കാണ്. അവിടെ ഒരു ഏണി ചാരി വെച്ചിട്ടുണ്ട്. ഏണി യിൽ തുടങ്ങുന്ന വാക്ക്. നമ്മൾ പകുതി ദൂരം പിന്നിട്ടു. അടുത്തത് ഐക്യം. മുത്തശ്ശി സന്തോഷത്തോടെ പറഞ്ഞു. നമ്മൾ ഒരുമിച്ച് ഈ കളി കളിക്കുമ്പോൾ അതാണ് ഐക്യം. നമ്മൾ കൂട്ടുകാരാണല്ലോ. ലീന മുത്തശ്ശിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അടുത്തത് മുത്തശ്ശി, നമ്മുടെ പൂന്തോട്ടത്തിൽ ഒട്ടകമുണ്ടോ? ലീന കൗതുകത്തോടെ ചോദിച്ചു. ഇല്ല ലീന, ഒട്ടകത്തെ കാണാൻ നമ്മൾ രാജസ്ഥാനിലേക്ക് പോകണം. പക്ഷേ എന്റെ കയ്യിലൊരു ഒട്ടകത്തിന്റെ പടമുണ്ട്. ഒട്ടകം. ഇനി ഒരെണ്ണം കൂടി. ഓന്ത്. മുത്തശ്ശി ശബ്ദം താഴ്ത്തി പറഞ്ഞു. നമുക്ക് പൂച്ചെടികളുടെ അടുത്തേക്ക് പോകാം. ഓന്ത് നിറം മാറ്റി അവിടെ ഇരിക്കുന്നുണ്ടാവും. ലീനയും മുത്തശ്ശിയും ഓന്തിനെ കണ്ടു കൈയടിച്ചു. നമ്മളെല്ലാം കണ്ടുപിടിച്ചു. അ ഇ ഈ ഉ ഊ ഋ എ എ ഐ ഒ ഓ. നീ ഒരു മിടുക്കിയാണ് ലീന, മുത്തശ്ശി പറഞ്ഞു. അന്ന് രാത്രി ലീന കണ്ട സ്വപ്നത്തിൽ എല്ലാ അക്ഷരങ്ങളും കളിക്കുകയായിരുന്നു.